കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൽ അത് മുഴുവൻ മോശമാണ്. അതിനകത്തെല്ലാം പറയുന്ന മോശം കാര്യങ്ങൾ മാത്രം. ഇപ്പൊ പ്രവാചകന്റെ വ്യക്തിപരമായ ജീവിതങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് പേര് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചും വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ആ വക കാര്യങ്ങളൊക്കെ? അതായത് വെളുത്ത സൽമാൻ ഫാരിസിയെയും കറുത്ത ബിലാലിനെയും ഒരുമിച്ച് നിർത്തി ലോകത്തിന് മുന്നിൽ വർണ്ണ വിവേചനത്തിനെതിരെ മാതൃക കാണിച്ചു കൊടുത്ത ഒരു ഗുരുനാഥനാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. ഈ വന്ന സമൂഹത്തിൽ അതൊക്കെ വളരെ അനിവാര്യവുമാണ്. അന്നൊരു കറുത്ത വർഗ്ഗക്കാരനായ അടിമയെ ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് പോലും നോക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മക്കയിലെ പള്ളിയിൽ അദ്ദേഹത്തെ വിളിച്ച് ബാങ്ക് വിളിപ്പിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞു ഈ റേസിസത്തിനെതിരാണെന്നുള്ളത്. കറുത്ത മുന്തിരിത്തലയനായ അടിമ എന്ന പ്രയോഗം പ്രയോഗിച്ചത് ആരാണ്? അത് മുഹമ്മദ് നബിയാണ്. അപ്പൊ ഈ കറുത്ത അടിമയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹദീസിൽ എഴുതി വെച്ച സാധനമാണ്. ടീച്ചർ തല കൈ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഇത് കണ്ടിട്ടുള്ള ആളുകളാണ്. ടീച്ചർ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഷോക്ക് ഉണ്ടാവും. നമ്മൾ അത് സമാധാനിക്കുന്നത്. എനിക്കത് ശീല പുത്തരിയല്ല. ഇനി അടുത്തത് ഈ പറയുന്ന പോലെ ഒരു അടിമ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നു, മുഹമ്മദ് നബിയോടൊപ്പം ചേരണം എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഉടമ പിന്നാലെ വരുന്നു. മുഹമ്മദ് നബി എന്താ ചെയ്തത്? കയ്യിലുണ്ടായിരുന്ന കറുത്ത അടിമയെ കൊടുത്തിട്ട് ഈ വെളുത്ത അടിമയെ വാങ്ങുന്ന കാഴ്ച, ഇത് മുഹമ്മദ് നബി ചെയ്ത കാഴ്ചയാണ്. അപ്പൊ ഇതേപോലെ അടിമ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെയും കൂടിയാണ് മുഹമ്മദ് നബി എന്നും കൂടി നമുക്ക് ഇതിനകത്ത് കാണാം. മുഹമ്മദ് നബിയുടെ ഭാര്യ തന്റെ കയ്യിലുണ്ടായിരുന്ന അടിമയെ മോചിപ്പിച്ചപ്പോ അത് മുഹമ്മദ് നബി അറിഞ്ഞപ്പോ മുഹമ്മദ് നബി എന്താ ചെയ്തു? എന്തിനാ അതിനെ മോചിപ്പിച്ചത്? അതിന് നിന്റെ അമ്മാവന് കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തിയ മുഹമ്മദ് നബിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അടിമ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിച്ച ആളും കൂടിയാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബിയുടെ സ്വന്തം കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളിൽ പലരും